ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബഹ്റൈനിലുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ ട്ടോ. അതായത് നമ്മുടെ റൂമിലൊക്കെ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലൊക്കെ കറണ്ട് ഒരു മണിക്കൂറത്തേക്കെങ്കിലും ഒന്ന് ഓഫായി പോയാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഷോപ്പുകളിലായാലും റൂമിലായാലും എവിടെയുള്ള ആളുകളാണെങ്കിലും ബഹ്റൈനിലെ എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ട്ടോ. അതായത് ഈ ഡിസംബറിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഇലക്ട്രിസിറ്റി ഡിസ്കണക്റ്റ് ആയി പോയിരുന്നു. അത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അതിന് കാരണം എന്താണെന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ആർക്കും ഇനി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ പറയുന്നത്. അതായത് നമ്മളൊക്കെ എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബിൽ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ മുഴുവനായിട്ട് ചെയ്യില്ല. അതിൻ്റെ ചിലപ്പം പകുതി പേയ്മെൻറ്റ് ചെയ്യും. പകുതി പിറ്റത്തെ മാസം പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്ന ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ടാവും. അവരിലേക്കൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ട് എത്തണം ട്ടോ. എല്ലാ മാസവും ഫുൾ പേയ്മെൻറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ നമുക്കിടയിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതായത് ഈയിടെയായിട്ട് ഈ ഡിസംബറിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ കണക്ഷൻ ഡിസ്കണക്ട് ആയതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബില്ലിൻ്റെ ഏകദേശം 70% അല്ലെങ്കിൽ 50% ഒക്കെ പേയ്മെൻറ്റ് ചെയ്യും. ബാക്കി ബിൽ നെക്സ്റ്റ് മന്തിലേക്ക് വെക്കും. അങ്ങനെയൊക്കെ വെക്കുന്ന ആളുകളുടെയൊക്കെ ബില്ലാണ് അങ്ങനെ വെക്കുന്ന ആളുകളുടെയൊക്കെ കണക്ഷനാണ് ഈ പ്രാവശ്യം ഡിസ്കണക്ട് ആയിട്ടുള്ളത്. അതായത് ഇത് ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ ബില്ല് എത്രയാണോ അതിൻ്റെ കൂടെ 5 ദിനാർ ഫൈനും വരും. അത് മുഴുവനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് നമുക്ക് റീകണക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ട്ടോ. പിന്നെ നേരത്തെ ഉള്ളത് പോലൊന്നല്ല നേരിട്ട് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടോ അല്ലെങ്കിൽ റൂമിൽ വന്നിട്ടോ ഫ്യൂസ് ഊരുന്ന ഒരു സംവിധാനമല്ല ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയായിരിക്കും. ഇപ്പോൾ അവർക്ക് അവരുടെ ഓഫീസിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഫ്യൂസ് ഊരാൻ വരുമ്പോൾ നമ്മൾ അറിയില്ല. എപ്പോഴാണ് കറണ്ട് പോകുകയെന്നും നമുക്കറിയില്ല. നേരത്തെ നോട്ടീസൊക്കെ നമുക്ക് വരുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് അറിയിക്കുമായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ബില്ല് ഇത്ര പെൻഡിങ് ഉണ്ട്, ഇത്ര ദിവസം കൊണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂസ് ഊരും എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മെയിലിലേക്കാണ് ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള ഈ അറിയിപ്പുകളൊക്കെ പോവുക. ഇങ്ങനെയുള്ള മെയിലുകളൊക്കെ വന്നാൽ പോലും നമ്മൾ അറിയാത്തൊരു അവസ്ഥയുണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഷോപ്പുകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില വീടുകളുടെയൊക്കെ ഇലക്ട്രിസിറ്റി ബിൽ ഉണ്ടാവുക ഇവിടുത്തെ സ്വദേശികളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറുടെ പേരിലൊക്കെ ആയിരിക്കും. മറ്റാരുടെയെങ്കിലും പേരിലൊക്കെ ആണെങ്കിൽ അവരുടെ മെയിലിലേക്കായിരിക്കും ഈ മെയിൽ പോവുക. അപ്പം ഇങ്ങനെ മെയിൽ അവരുടെ മെയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിത് അറിയില്ല. അവർ എപ്പോഴും ഈ മെയിൽ ചെക്ക് ചെയ്തോണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളിത് അറിയാൻ പോകുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഷോപ്പിലായാലും നമ്മുടെ വീട്ടിലായാലും കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുക എന്താണ് പോയതിൻ്റെ കാരണം. അപ്പോൾ ഷോപ്പിലാണെങ്കിൽ റൂമിലാണ് ആദ്യം പോയി നോക്കുന്നത് നമ്മുടെ ഫ്യൂസ് ആയിരിക്കും. പിന്നെ നമ്മൾ DBയിലേക്ക് നോക്കും. DBയിലൊക്കെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ മീറ്ററിലേക്കായാലും കറണ്ട് സപ്ലൈ ഉണ്ടോയെന്ന്. കറണ്ട് ഉണ്ടോയെന്ന്. അപ്പോൾ അതിൽ ബ്ലിങ്ക് ചെയ്യുന്നതും കാണാം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിലാണെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വേഗം കസ്റ്റമറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കൺസ്യൂമർ ഐഡി ഉണ്ടാവും. ആ ഐഡി പറഞ്ഞു കൊടുക്കുക. ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് പെൻഡിങ് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ അതിന് കൂടെ 5 ദിനാർ ഫൈൻ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി അവർ റീകണക്ട് ആക്കി തരും. 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരാം, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ബിൽ എത്രയാണോ അതിൻ്റെ 90% നിങ്ങൾ അടച്ചിരിക്കണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എല്ലാ മാസവും അവരുടെ ബില്ലിൻ്റെ 90% നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ കേട്ടോ. ഇത്രയും കാലം ഞാനും അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. അതായത് 3 ഫേസ് ആണെങ്കിൽ 300 ദിനാർ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇനി സാധാ ആണെങ്കിൽ 100 ദിനാർ ഡെപ്പോസിറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഇനി അതിലും കൂടുതലുള്ളതും കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഈ ആളുകൾ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഡെപ്പോസിറ്റ് 100 ദിനാറാണെങ്കിൽ 300 ദിനാറാണെങ്കിലും ഈ 300 ദിനാറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 100 ദിനാറിന് മുകളിൽ എത്രയാണോ എല്ലാ മാസവും ബില്ല് വരുന്നത് അത് പേയ്മെൻറ്റ് ചെയ്യുക. ബാക്കി എത്രയാണോ അത് അവിടെ നിലനിർത്തുക എന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഈ ഡെപ്പോസിറ്റ് തുക എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾ എന്നാണോ നിങ്ങൾ ഒഴിവാക്കുന്നത് അന്ന് നിങ്ങൾക്ക് അതുവരെയുള്ള ഏതെങ്കിലും പെൻഡിങ്ങുള്ള ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് തരും. അല്ലാതെ നിങ്ങളുടെ ബില്ലുമായിട്ട് യാതൊരു ബന്ധവും ഈ ഡെപ്പോസിറ്റ് മണിയുമായിട്ട് ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ മാസവും വരുന്ന ബിൽ എത്രയാണോ അത് നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും 0 ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് 90% നിങ്ങൾ അടച്ചിരിക്കണം എന്നാണ്. ഞാൻ ഇതൊരു കസ്റ്റമർ കെയറിൽ വിളിച്ച് കറക്റ്റ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവയുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഞാനിവിടെ കൊടുക്കുക. അപ്പോൾ ഈ നമ്പർ ഫ്രീ കോളാണ്. നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈംലൈറ്റ് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.